അവളുടെ ഇഷ്ടം. ഇനി വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കുന്നതും അവളുടെ ഇഷ്ടം. ശങ്കരേട്ടൻ എങ്ങനെയെങ്കിലും രാധിയെ കൊണ്ടുവരണം. പിന്നെ ശങ്കരേട്ട, കസേരയും കർട്ടനും ടിവിയും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ ചെന്നുടനെ പറഞ്ഞേക്കാം. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി പറഞ്ഞാൽ ആ കുട്ടിക്ക് സംശയാവില്ലേ? എന്തെങ്കിലും സന്ദർഭം വരുമ്പോ സൂചിപ്പിക്കുക. അപ്പൊ വൈകുന്നേരം രാധികയുടെ വരവും കാത്ത് ഞാൻ വീട്ടിൽ അങ്ങനെ നിൽക്കും. താൻ എവിടെങ്കിലും നിൽക്ക്. പക്ഷെ അവന്മാര് വീട്ടിലുള്ളപ്പോ എങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കും? ശങ്കരേട്ടൻ, ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. വൈകുന്നേരം ശങ്കരേട്ടൻ രാധികയും കൂട്ടി ബീച്ചിൽ വന്നാ മതി. ഞാനൊരു ഐഡിയ പറയട്ടെ. ഹോട്ടൽ മുറിയിലായാലോ? ഞാൻ അവളും കൂട്ടി വന്നേക്കാം. എന്നാലും മതി. എടോ, ഞാൻ ആരാന്നാ മനസ്സിലാക്കിയേ? ശങ്കരേട്ടൻ, പെൺകുട്ടി തലേ കയറാൻ നോക്കുക. അയ്യോ ശങ്കരേട്ടൻ, നമ്മൾ തമ്മിൽ അടുപ്പം വെച്ച്. അടുപ്പോ? എന്താ? നിങ്ങൾ എന്റെ തലേന്നൊന്നല്ലോ. ശങ്കരേട്ട, സ്നേഹിക്കുന്ന ഹൃദയങ്ങളുടെ വിഷമം ശങ്കരേട്ടൻ മനസ്സിലാക്കാഞ്ഞിട്ടാ ഞങ്ങൾ ഇത്രയും അടുത്തു. പക്ഷെ ആ കുട്ടിയുടെ ശബ്ദം പോലും ഇതുവരെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആരും സഹായിക്കില്ലെങ്കിൽ ഞാൻ നേരിട്ട് ബാങ്കിൽ ചെന്നങ്ങ് സംസാരിക്കും. സംസാരിച്ചോ? അതോടെ പ്രേമം പൊളിയും.